ലൈവിൽ ഷാനവാസ് അനീഷിനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷും ഷാനവാസും ബിന്നിയും അനുമോളും എല്ലാം കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുകയാണ്. ആ സമയത്താണ് അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പെരുന്നാളിൽ നിങ്ങളെന്താ വിഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്, ഷാനവാസ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഷാനവാസ് ഉണ്ടാക്കുന്ന കുറേ കറികളും ചിക്കന്, ബീഫ്, തേങ്ങാപ്പാലിൽ മുക്കി ഉണ്ടാക്കുന്ന പത്തിരി, ഇങ്ങനത്തെ കുറേ അധികം സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഷാനവാസ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ കൊതി വരും. ആ രീതിയിലാണ് ഷാനവാസിൻ്റെ വിവരണം. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇവിടെ വെച്ചത് ഉണ്ടാക്കി തരാമോ എന്നൊക്കെ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓരോ ദിവസം കൂടുന്തോറും അത് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് വീട്ടിലേക്ക് വന്ന സമയത്ത് ആരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെ വന്ന ഒരാളാണ്. ഇനി ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അത് ഗെയിമിനെ ബാധിക്കും എന്ന ഒരു ചിന്തയോട് കൂടി വന്ന ഒരാളാണ് അനീഷ്. പക്ഷേ ഏകദേശം ഒരു 50 ദിവസമായപ്പോഴത്തേനും ഷാനവാസ് അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഷാനവാസ് ഓൾറെഡി അത് പറഞ്ഞിരുന്നു, ഞാൻ നിൻ്റെ മനസ്സിൽ കയറി കൂടി നിൻ്റെ കല്ല് ഞാൻ പൊട്ടിക്കും. അതായത് മനസ്സ് കല്ലാണ് എന്ന് അനീഷ് പറഞ്ഞിരുന്നല്ലോ, ആ കല്ല് ഞാൻ പൊട്ടിച്ച സൗഹൃദം അവിടെ ഉണ്ടാക്കിയിരിക്കുമെന്ന് ഷാനവാസ് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ അനീഷിനെ കീഴടക്കി കളഞ്ഞിരിക്കുകയാണ്. അനീഷിൻ്റെ സൗഹൃദം മേടിച്ചെടുത്തിരിക്കുകയാണ് ഷാനവാസ്. അത് അനീഷിൻ്റെ ഗെയിമിനെ ഇപ്പോൾ നിലവിൽ ബാധിക്കുന്നുമുണ്ട്. നേരത്തെയൊക്കെ ഷാനവാസ് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്താലും അനീഷ് അത് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയൊരു സൗഹൃദം അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അനീഷിനെ പെട്ടെന്ന് അങ്ങനെ ഷാനവാസിനെ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും സൗഹൃദം അവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.